മൂപ്പര് ജിമ്മിലെ ട്രെയിനർ ആയിരുന്നു. ആടെ വെച്ചാ ഞാൻ മൂപ്പര് ഇഷ്ടപ്പെട്ടു. പൊന്നെ ഒരു 2 അരിയും കൂടെ ഈ വായിക്കൂടെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ ബട്ടൺസ് പൊട്ടിത്തു. ട്രെയിനർ നല്ലോണം ടൈറ്റ് ചെയ്താ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജോഷി. അപ്പൊ എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാ വർക്കൗട്ട് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഫീസ് കൊടുക്കാൻ പറ്റിയില്ല. അയ്യോ, അപ്പൊ ഞാൻ പൊരക്ക് പോയി മൂപ്പറിന്റെ ചീത്ത ഇറങ്ങി എന്റെ പൊരയിലേക്ക് പോന്നതാ. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടാണല്ലേ? എത്രയായിരുന്നു ഫീസ്? എത്രയായിരുന്നു? 2000 ഉറുപ്പ്യാനും. അന്നാ 2000 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് തുടയണമായിരുന്നു. ജീവിതം തിരികെ കിട്ടൂലായിരുന്നു വെറുതെ. പിന്നെ കുട്ടി ഏതുവരെ ആയിരുന്നു? വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഓക്സ്ഫോർഡിന്ന് PG എടുത്തു. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്ന് ഞാൻ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് PG ഡിഗ്രി. ഒരു മിനിറ്റ് വന്നോ സാറേ. സാറേ ഞാൻ ഈ പറയുന്നത് സീരിയസ് ആയിട്ട് കേൾക്കണം സാർ. ഓ പറഞ്ഞോളൂ ജോഷി. അതായത് എനിക്ക് ഫണ്ടിങ്ങിന് വിഷയങ്ങളൊന്നുമില്ല, പ്രശ്നമല്ല. ഈ കല്യാണത്തിന് മുമ്പ് ഇവിടെ ഈ കാര്യം പറഞ്ഞായിരുന്നു. ഏതാ ഈ ഇപ്പൊ പറഞ്ഞ കാര്യമേ? അപ്പൊ സാറിന് ഈ 2 കോളേജിൽ ടൈപ്പ് ഉണ്ടെങ്കിൽ സാറിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലോണെങ്കിലും കൊടുക്കാം. മനസ്സിലായില്ല എനിക്ക്. എത്ര ലോണും കൂടെ എവിടെ അവിടെ നിന്ന് എന്തോ എടുത്തെന്ന് വന്നില്ലേ? ജോഷി, ഈ ഞാൻ പഠിപ്പിച്ച ശേഷം പിന്നുള്ള വിദ്യാഭ്യാസം പിന്നെ ഞാൻ അപ്പൊ തന്നെ അമേരിക്ക പോവുകയായിരുന്നു. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തത് എന്തായിരുന്നു? ഏത് സബ്ജക്റ്റ് ആണോ? എങ്ങനെയായിരുന്നു? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏതാണ്? അങ്ങനെ തൈമാവിൽ നിന്നും ആദ്യത്തെ പഴം വീഴുകയും. ഇപ്പോഴും ആ തൈമാവിന്റെ മൂട്ടി നിൽക്കും. അപ്പൊ അതാണ് പറഞ്ഞത്, വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത പറഞ്ഞതല്ലേ കൊച്ചു. സാറേ നമ്മൾ ഒരുപാട് ദൂരം കഴിഞ്ഞിട്ട് വന്നതാണ്. അതുപോലെ ഇന്ന് കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ ആദ്യ രാത്രിയാണ്. നമുക്ക് ഇതിനകത്തൊരു നിങ്ങൾ ഇത് എന്തോന്ന് പറയുന്നത്? ഇത് പാർവതി വിലാസം ലോഡ്ജാണ്. ഇതെന്റെ വീടല്ലേ? കുടുംബക്കാർ ഇത് അറിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഇതിന് ഞാൻ ഒത്താസ എന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കുട്ടി മനസ്സിലാക്കണം. 1 കിലോ അരിക്ക് എന്താ വില ഇന്ന്? അയ്യോ, അവർക്ക് അറിഞ്ഞോളൂ, അവർ പാവമാണ് സാറേ. 1 കിലോ സവാളക്ക് എന്താ? അവർക്ക് അറിഞ്ഞോളൂ, പാവമാണ് സാറേ. 1 കിറ്റ് മലക്കറിക്ക് എന്താ വില? അവർക്ക് അറിയില്ല സാർ, അവൾ പാവമാണെന്ന്. ശാന്തി മുഹൂർത്തത്തിന് സമയം. നിങ്ങൾ എന്തെന്ന് കാണിക്കുന്നത്? സമയം അവർക്ക് എന്തോ അറിഞ്ഞൂടെന്ന് പറഞ്ഞു. അവക്കൊന്നും അറിഞ്ഞോളൂ, പാവമാണെന്ന്. സമയം നോക്കിക്കൊണ്ടിരിക്കണോ? ശാന്തി മുഹൂർത്തം സമയമായില്ലെന്ന്. നിനക്കാണോന്ന് അറിഞ്ഞൂടാത്ത? ഓക്കെ, സമയമായില്ലെന്ന്. സാറേ സാറേ ഒന്ന് നമ്മള് ഒരു കാര്യം ചെയ്യ്, 2 പേരും അവിടെ ഇരുന്നു. നേരം വിളിക്കുന്ന 6 മണിയാകുമ്പോ തറവാട് വീട്ടിൽ പൊയ്ക്കൊള്ളാം. 2 പേരും അവിടെ കൊള്ളാം. മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളൊരു വീട്ടിൽ ബാക്കിയുള്ള ഇത്രയും നാൾ കൊണ്ടെങ്കിൽ. സാറേ ലൈറ്റ് അണച്ചോടാ. സാറേ ലൈറ്റ് അടയ്ക്കടാ. അയ്യോ, എന്റെ മോക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ആദ്യമായിട്ട് ഡിന്നർ കഴിച്ച ദിവസം. ഞാൻ അങ്ങനെ മറക്കാനാ? ഒരു മെഴുകുതിരിയുടെ അപ്പുറത്തിരുന്ന് എന്റെ ബിരിയാണിയിൽ 2 മുട്ട ഉണ്ടായിരുന്നു. എന്റെ ബിരിയാണി എത്ര മുട്ട ഉണ്ടായിരുന്നു? ഒറ്റ മുട്ടയുള്ള. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴും ഈ 2 മുട്ടയുടെ കഥയും പറഞ്ഞോണ്ടോ? ഇവന് തീറ്റി വിട്ട ഒരു പരിപാടി ഇല്ല അന്ന് നിന്നും. എടാ ലൈറ്റ് അടച്ച് മര്യാദയ്ക്ക് സംസാരിക്കാൻ കിടന്ന് ഉറങ്ങടാ. ബാക്കിയുള്ളവരുടെ കുടുംബത്തൊന്നൊരു സംസാരവും. ജൂലിയറ്റേ ജോഷിയേട്ടാ. ജൂലിയറ്റേ ജോഷിയേട്ടാ. ജൂലിയറ്റേ ജൂലിയറ്റേ. എന്താ പക്ഷേ? അല്ല എന്താന്നറിയാൻ വയ്യ, ഒരു സൗണ്ട് കേട്ടതാ. ആ ഭാഗത്തുനിന്നാ കേട്ടത്. ഭയങ്കര ഒച്ച കേട്ടത് മാഷേ. അതെ അതെ, ആ ഭാഗത്തുനിന്ന് ഇവിടുന്ന. പണ്ട് കല്യാണം കഴിക്കാതെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ട് വീട്ടിൽ കിടന്ന് തലയടിച്ച് മരിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒന്നാണ് തോന്നുന്നു. കിടന്നോ സംസാരം വേണ്ട കേട്ടോ. ഇപ്പോഴല്ലേ അധികം സംസാരം എന്തിനാ? രാവിലെ 6 മണിക്ക് പോവാം. നമ്മൾ ഹണിമൂൺ എവിടെയാ പോവുക? അയ്യോ, ഊട്ടി, കൊടൈക്കനാല്, കാശ്മീര്. ഇതൊക്കെ തണുപ്പുള്ള സ്ഥലം. ചില്ലാവണ്ടേ? അല്ല ഞാനേ ഇച്ചിരി വെള്ളം കുടിക്കാൻ. വെള്ളം കുടിക്കാൻ? പരദാഹം. എന്തിന്? നിങ്ങൾ എവിടെ പോണെന്ന് പറഞ്ഞ? ഊട്ടി, കൊടൈക്കനാൽ, കാശ്മീര്. ബാക്കിയുള്ളവനെ കൊല്ലിക്കാൻ വേണ്ടി വർക്കവെല്ലാം പോടുക. ഇത്ര നേരം ഇവിടെ നിന്ന് ഒരു എന്തെങ്കിലും ഒരു ഫ്രൂട്ടുകൾ തന്നോ? ഞാളൊന്നുമില്ല, ഞാൻ ആദ്യ രാത്രിയല്ല മാഷേ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലേ? എന്താ അതിന്റെ ഒരു കുറവ് വന്നായിരുന്നല്ലേ? ക്ഷമിക്ക, 2 പേരും വരിക. ഫ്രൂട്ടിലാണ് സത്യം പറഞ്ഞല്ലേ, ഒരു മധുര ഫ്രൂട്ടില് അല്ലേ തുടങ്ങാൻ ആദ്യ രാത്രി. കൊണ്ടുവരും. ഇത് ചക്കയാണ്. അത് ഞാൻ ഇവിടെ പഴുപ്പിക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന അരപ്പഴുപ്പായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. അതായത് ചക്ക വേറൊന്നുമല്ല, ജീവിതത്തിന്റെ പൊട്ടലും ചീറ്റലും എല്ലാം ഇതിലൂടെ തുടങ്ങട്ടെ. ജീവിതത്തിന്റെ പൊട്ടലും ചീറ്റലും എല്ലാം ഇതിലൂടെ തുടങ്ങട്ടെ. ഞാൻ അങ്ങനെ പൊട്ടലും ചീറ്റലും ഒന്നല്ല. ഞാൻ അത്ര സ്നേഹിച്ചിട്ടാ ജോയിച്ചേട്ടന്റെ കൂടെ പോകുന്നത്. നിങ്ങൾ ഇത് കുറെ നേരം തുടങ്ങിയിട്ടത്. സ്നേഹിച്ച എങ്ങനെയാ സ്നേഹിച്ച? മൂപ്പരെ ഡാൻസ് കണ്ട് അന്ന് ഞാൻ ഇഷ്ടപ്പെട്ടതാ. ഞാൻ DJ ഡാൻസറാണ്. ഞാൻ അതായത് അര പാവാടെ കൊടുത്ത് പൊക്കളോ കളിച്ച് ഭയങ്കര ഡാൻസാണ്. അങ്ങനെ ഡാൻസ് കളിച്ചാൽ ഇഷ്ടം കൂടും. അത് ആരാ പറഞ്ഞ അങ്ങനെ ഡാൻസ് കളിച്ചാൽ ഇഷ്ടം കൂടും? ഒരു പെണ്ണിന് അങ്ങനെ ഇഷ്ടം കൂടെ. ഇത് എന്തുകൊണ്ട് എനിക്കിത് തോന്നിയില്ല? സാറേ ലൈറ്റ് അണക്കട്ടെ സാറേ.
ഗൂഗിൾ അമ്പാടി പ്ലേ മ്യൂസിക് ക്യാബറ. ഡിസ്കോ 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 സ്വർണ്ണത്താമരക്കിളിയേ അത് എനിക്ക് വയറിനൊരു ഗ്യാസും ഉണ്ട്. മാഷേ നിങ്ങളെ പള്ളയമേൽ എന്താ വലിയൊരു തോട്ട? അത് ആലുവ അടുപ്പിന്റെ ഓട്ട. പൊക്കിള് കണ്ട അറിഞ്ഞൂടെ? മാഷേ ഇനി നമുക്ക് ഹണിമൂൺ പോണ്ടേ? അപ്പൊ ടിക്കറ്റ് റെഡിയാക്കാറുണ്ട്, ഞാൻ വിളിച്ചു നോക്കട്ടെ. വിളിക്ക്. ഹലോ, ഓക്കെ ആയോ മച്ചമ്പി? അടിപൊളി. സൂപ്പർ. ഓക്കെ ഊട്ടി. എന്തോ സാറേ, ഊട്ടി പോവാനേ ഒരു ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു ടിക്കറ്റ് അല്ലോ, 2 ടിക്കറ്റ് വേണ്ട നിങ്ങൾക്ക്? അല്ല, നമ്മളല്ല പോണത്, പിന്നെ മാഷല്ലേ പോണത്. ഞാനാ? പിന്നെ ഞാൻ എന്തിനു പോണം? നിങ്ങളല്ലേ പോകണം ഹണിമൂണിന്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതായി. ഞങ്ങൾക്കുണ്ടല്ലോ ഇവിടെയൊക്കെ മൊത്തവും ഇഷ്ടായി. അതിനെക്കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഊട്ടിയിൽ പോയിട്ട് പിന്നെ അവിടെ ഉള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് അടിച്ചു പൊളിച്ച് ആടെങ്കിൽ ചോദിച്ചോ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.